മൈ ചാനൽ ഫ്ലാഷ് വീക്ക്. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുട്ടി DIY ആയിട്ടാട്ടോ. സംഭവം എന്ന് വെച്ചാൽ ഇപ്പൊ വളരെ ട്രെൻഡിങ് ആയിട്ട് ഒരു നെക്ലേസ് പോകുന്നുണ്ട്. ചെയിൻ നെക്ലേസ് ആണ് അതിന് പറയുന്നത്. നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ അതിന്റെ പിക്ചർ കൊടുക്കാം, അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു പിടുത്തം കിട്ടും. അപ്പം ആ ഒരു നെക്ലേസ് വാങ്ങണമെന്ന് കുറച്ച് നാളായിട്ട് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇപ്പൊ വളരെ ട്രെൻഡിങ് ആയിട്ട് പോകുന്നതാണ്. ഇപ്പൊ ഒരുപാട് പേര് സെലിബ്രിറ്റീസും മോഡൽസും ഒക്കെ ഇപ്പൊ മോഡേൺ ഡ്രസ്സിനൊക്കെ ആ ഒരു പെർട്ടിക്കുലർ നെക്ലേസ് വെച്ചിട്ട് സ്റ്റൈൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാനും വിചാരിച്ചു ഒന്ന് വാങ്ങി യൂസ് ചെയ്യണം. ക്രിസ്മസ് ഒക്കെ അല്ലേ, ക്രിസ്മസിനൊക്കെ സ്റ്റൈൽ ചെയ്യാൻ അടിപൊളിയാണ്. ബട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീടൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് പഴയ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റായിരുന്നു. അപ്പൊ എനിക്ക് പഴയ ഒരു സാധനം കിട്ടി. ദേ ഈ ഒരു സംഭവം. ഇത് എൻ്റെ ഒരു ഹാൻഡ് ബാഗിന്റെ സ്ട്രാപ്പായിരുന്നു. അപ്പൊ അത് ബാഗ് പോയി. അപ്പൊ ഇത് ഞാൻ എടുത്ത് മാറ്റി വെച്ചു. ഇത് കണ്ടപ്പോ എനിക്ക് ആദ്യം തോന്നിയത് നമ്മുടെ ചെയിൻ നെക്ലേസിന്റെ ലുക്ക് ഉണ്ടല്ലോ, അപ്പൊ ഇതിനെ നമുക്കൊന്ന് സുന്ദരക്കുട്ടപ്പനാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചെയിൻ നെക്ലേസ് ആക്കിയിട്ട് മാറ്റാൻ പറ്റുമല്ലോ എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. പൊതുവെ ഞാൻ ഇങ്ങനെയാ, പഴയ സാധനം കളയുന്നതിന് മുൻപേ എന്തെങ്കിലും എനിക്ക് യൂസ്ഫുൾ ആവുമോ എന്ന് ഞാൻ ആദ്യം നോക്കും. എന്തെങ്കിലും നമുക്ക് അതിന് മേക്ക് ഓവർ ചെയ്താൽ എന്തെങ്കിലും ആയിട്ട് പുതിയ സാധനമായിട്ട് കിട്ടുമെന്ന് നോക്കും. ഇല്ലെങ്കിൽ മാത്രമേ ഞാൻ കളയാറുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും പൊടിക്കുകയും ഞാൻ കാണിക്കാറുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ചെയിൻ നെക്ലേസ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. വലിയ കോൺഫിഡൻ്റ് ഒന്നുമില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഈ പരിപാടി ചെയ്യാൻ വേണ്ടി പോകുന്നത്. പക്ഷെ നമുക്ക് മാക്സിമം ചെയ്ത് നോക്കാം. അപ്പം ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഇങ്ങനെ ഇത് ഇളക്കി കളയാവുന്നതാണ്. വളരെ ടഫാണ്. ഞാൻ രാവിലെ മുതൽ ചെയ്ത് നോക്കുന്നുണ്ട്, പക്ഷെ ആവുന്നില്ല. ഇതിവിടെ കുറച്ച് ഇങ്ങനെ വിട്ടു വന്നിട്ടുണ്ട്. എങ്കിലും ഞാനിത് ആദ്യം പോയിട്ട് ഇതിനെ നമുക്കൊന്ന് ഇളക്കി മാറ്റി കളയട്ടെ. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ ചെയിനൊക്കെ അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് കുറച്ച് കഷ്ടപ്പെട്ടിട്ടോ. നമ്മൾ പ്രോപ്പർലി നമുക്ക് കട്ട് ചെയ്യുന്ന സാധനമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് സംഭവം നടക്കും. ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് കുറച്ച് വെള്ളം കുടിച്ചു. അപ്പൊ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ഗോൾഡൻ സ്പ്രേ പെയിന്റ് ആണ്. ഞാൻ ഉദ്ദേശിച്ച പെയിന്റിന്റെ കളറ് ഇതിന് പറയാ മൂടീന്റെ കളറാണ്. മൂടീന്റെ കളറാണ്. പക്ഷേ എനിക്ക് കിട്ടിയത് ബ്രൗൺ, ഒരു ചിക്കു ഷെയ്ഡ് ഇല്ലേ, ഒരു ബ്രൗൺ ഷെയ്ഡാണോ ചിക്കു ഷെയ്ഡാണോ ചോക്ലേറ്റ് ഷെയ്ഡാണോ മനസ്സിലാവില്ല, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് എനിക്ക് കിട്ടിയത്. കടക്കാർ പറഞ്ഞത് ഈ കാണുന്ന കളറായിരിക്കും അകത്തുണ്ടാവാന്ന്. പക്ഷെ എനിക്ക് കിട്ടിയ കളറ് ഒരു ബ്രൗൺ ഷെയ്ഡായിരുന്നു. അപ്പം അതുകൊണ്ട് കുറച്ച് സങ്കടമായി. പക്ഷെ എന്തായാലും വാങ്ങിയതല്ലേ, വാങ്ങിയ സ്ഥിതിക്ക് എന്തായാലും ഞാനിത് യൂസ് ചെയ്തിട്ടേ അടങ്ങും. പിന്നെ നമുക്ക് നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കുറച്ചൊന്ന് സെറ്റ് ചെയ്യാനുണ്ട്. സോ ഈ കളർ മാറ്റിയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. നോക്കട്ടെ, നോക്കി നമുക്ക് അതും കൂടി ചെയ്യാം. അപ്പൊ നമ്മുടെ പരിപാടി നടക്കട്ടെ. നമുക്ക് ഇനി പോയിട്ട് പെയിന്റ് ചെയ്തോളൂ. ഒരു വീഡിയോ നിങ്ങൾക്ക് ഇന്ന് യൂസ്ഫുൾ ആയി ഞാൻ വിചാരിക്കും. നിങ്ങളുടെ വീട്ടിലെങ്ങാനും ഇങ്ങനത്തെ ചെയിനൊക്കെ കാണുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ചെയിൻ നെക്ലേസ് ഒക്കെ ആക്കാൻ നോക്കാം കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മൾ ഡ്രസ്സൊക്കെ പാർട്ടേഷൻ ചെയ്യുന്ന പോലെ എക്സ്ട്രാ എന്തെങ്കിലും ഒരു ബെൽറ്റ് പോലെ ചെയ്യാന്നൊക്കെ ആയിരുന്നു. പക്ഷെ ഇതിപ്പം വളരെ ട്രെൻഡിങ്ങായി പോകുന്നതുകൊണ്ട് ഞാനൊന്നും ചെയ്തതാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇത്ര നന്നാവെന്ന് വിചാരിച്ചിട്ടൊന്നുമില്ല. കാരണം നമുക്ക് കടയിൽ നിന്നും ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുമ്പോഴോ കുറച്ച് ലെങ്ത് കുറവായിട്ടാണ് കിട്ടുക. ഇതിപ്പോൾ കുറച്ച് ലെങ്ത് ഉള്ളത് കൊണ്ട് എനിക്ക് 3 സ്റ്റൈല് വേറെ ചെയ്യാം. എക്സ്ട്രാ നമ്മൾ ഗോൾഡ് ചെയിൻ്റെ ഒക്കെ കൂടെ സ്റ്റൈൽ ചെയ്യുമ്പോൾ അടിപൊളിയായിരിക്കും. എല്ലാ മോഡേൺ ഡ്രസ്സസിൻ്റെ ഒപ്പരും ഇത് അടിപൊളിയായിട്ട് പോവും. എല്ലാ കളേഴ്സിൻ്റെ ഒപ്പരും കൂടി മാച്ച് ആയിട്ട് പോവും. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങൾ ഫാഷൻ ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കും ഇഷ്ടമാവും. അപ്പോൾ അടുത്ത ആഴ്ച പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരും. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ മറക്കാണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനാബിൾ ചെയ്യുക. അതിലുള്ള ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഫ്യൂച്ചേഴ്സിൽ എടുത്ത വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത ആഴ്ച പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരേക്കും ബൈ.